ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴുത്ത ഓമയ്ക്കയുടെ പച്ചടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴുത്ത ഓമയ്ക്ക നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഒരു തേങ്ങാമുറിയുടെ 1/4 ഭാഗം തിരിങ്ങി വെച്ചിരിക്കുന്നതാണിത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഒരു 3 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടേക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾക്ക് അരച്ചെടുക്കണം. പിന്നെ ഒരു 5 ചെറുള്ളിയും കറിവേപ്പിലയും കടുവും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു 7 വറ്റലമുളക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണിത്. തൈര് ആവശ്യത്തിന്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾക്ക് ഈ ഓമയ്ക്ക ഒന്ന് വേകാൻ ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഈ പരുവത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. തുറന്ന് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് അരപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അരപ്പിട്ട് കൊടുക്കാം. ഈ ഓമയ്ക്ക നല്ല രീതിയിൽ പഴുത്തതല്ലായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ ഉടച്ചു കൊടുത്തേ ഒക്കത്തുള്ളൂ. ഈ പഴുത്ത ഓമയ്ക്ക പച്ചടി വയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഴുത്ത ഓമയ്ക്ക വേണം. നമ്മൾക്ക് ഒരു 1/2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇവനൊന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. പച്ചടി തണുക്കുമ്പോഴത്തേന് നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം. പച്ചടിക്ക് കടുവാണ് പ്രിയം. നോർത്തിലൊക്കെ ചെറുള്ളി കിട്ടാൻ വളരെ വിരളമാണ്. ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾക്കിനി
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇത് തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. തൈര് ഇനി ഇത് തണുത്തതിന് ശേഷം തൈര് ഒഴിക്കുക. അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾക്ക് നോക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് തൈരിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കട്ടത്തൈരായതുകൊണ്ട് നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേ നമ്മൾ പാല് മേടിച്ച് തൈര് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് കറക്കേണ്ട ആവശ്യമൊക്കെ വരും. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ചതാണിത്. ശകലം കൂടെ തൈര് നമ്മൾ ഇതിനകത്ത് ചേരും. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തിലെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടകളിൽ നിന്ന് മേടിക്കുന്ന തൈരായതുകൊണ്ട് നമ്മൾക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. വീട്ടുകളിൽ നിന്ന് മേടിക്കുന്ന പാലൊക്കെ ആണെങ്കിൽ മേടിച്ച് നമ്മൾ പാല് കാച്ചി ഉറയൊഴിച്ച് പിന്നെ അത് തൈരാക്കി പിന്നെ മിക്സിയിൽ അടിച്ചെടുത്താണ് നമ്മൾ ഇതിനകത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് നമുക്ക് നല്ല കട്ട തൈരാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊഴിച്ച് വെറുതെ ഒന്ന് ഉടച്ചാൽ മതി. ഇത് റെഡി ആയിക്കോളും. ഇപ്പം നമുക്ക് റെഡിയായി കിട്ടിയിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ.